ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ പോകുന്നത് ഡൽഹിയിലേക്കും ആഗ്രയിലേക്കാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. എങ്ങനെയാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് ഡൽഹി ആഗ്ര ഒക്കെ കവർ ചെയ്ത് വരാൻ പറ്റുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ആണ് ഇതിലുള്ളത്. ഡൽഹിയിലേക്കും ആഗ്രയിലേക്കൊക്കെ കേരളത്തിൽ നിന്ന് ഇത്ര സിമ്പിളായിട്ട് പോയി വരാൻ പറ്റുന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ മൊത്തം 8 പേരാണ് ഈ ട്രിപ്പിലുണ്ടായിരുന്നത്. കേരള എക്സ്പ്രസ്സിൽ 3 AC കോച്ചാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്, അത് കാരണം ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. ട്രെയിൻ ടിക്കറ്റ് നമ്മൾ 2 മാസം മുന്നേ തന്നെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കൂപ്പയിൽ തന്നെ സീറ്റുകൾ ലഭിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിലുള്ള ആഗ്ര കണ്ട് സ്റ്റേഷനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹാളും ആഗ്ര ഫോർട്ടും വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 5:45 തൃശ്ശൂരിൽ നിന്ന് കേരള എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റ് പോലും ഡിലേ ഇല്ലാതെ ട്രെയിൻ വരികയും ചെയ്തു. തലേ ദിവസം രാത്രി ആയതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലായിരുന്നു ഉണ്ടായിരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ആഗ്ര കണ്ടിലേക്ക് ദിവസേന 2 ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സും പിന്നെ കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സും. അതിൽ കേരള എക്സ്പ്രസ്സാണ് താരതമ്യേന പെട്ടെന്ന് എത്തുന്നത്. മഴക്കാലം ആയതുകൊണ്ട് കൊങ്കൺ വഴിയുള്ള മംഗള ലക്ഷദ്വീപ് എപ്പോഴും ലേറ്റായിട്ടാണ് എത്താറുള്ളത്. ഇപ്പോൾ വിജയവാഡ സ്റ്റേഷനിലാണുള്ളത്. സമയം ഏകദേശം 11 മണി. ട്രെയിൻ ഒരു 5 മിനിറ്റ് നേരത്തെയാണ് ശരിക്കും പറഞ്ഞത്. വിജയവാഡ സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ വട്ടം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഇരുട്ടായതുകൊണ്ട് രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അത്ര വലിയ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അത്യാവശ്യം വലിയ സിറ്റി ആണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ സ്റ്റേഷൻ അത്രയ്ക്ക് പ്രോഗ്രസ് ഒന്നും കാണാനില്ല. അത്യാവശ്യം നല്ല മഴയുണ്ട് ഇവിടെ. ഇത് കേരള എക്സ്പ്രസ് ആയതുകൊണ്ട് അധികം സ്റ്റോപ്പുകളൊന്നുമില്ല. ഏകദേശം 41 മണിക്കൂർ വേണം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആഗ്ര കണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ ഡിലേ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ചും വരും. കേരളം വിട്ട തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അത് കഴിഞ്ഞിട്ടാണ് UP. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കേരള എക്സ്പ്രസ് കടന്നു പോകുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലെമൺ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മുട്ട റോസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഊണൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വാറങ്കൽ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. തെലുങ്കാനയിലെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒന്ന് ചെറിയ ഉറക്കത്തിലൊക്കെ ആയിട്ടുണ്ട്. അമ്പലമല്ല, പാറ. ഞങ്ങളിതൊരു പാക്കേജ് ആയിട്ടല്ല ഡൽഹി ആഗ്ര ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫേസ്ബുക്ക് സഞ്ചാരി ഗ്രൂപ്പിൽ നിന്ന് ഒരു ചേട്ടനെ പരിചയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. സിബു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് അവിടെ 4-5 വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ട്രാവലർ, ഒരു 10 സീറ്റിൻ്റെ ട്രാവലർ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ പുള്ളി തന്നെ നമുക്ക് അവിടെയുള്ള നല്ല ഹോട്ടൽസ്, ആഗ്രയിൽ ഒരു ഹോട്ടലും ഡൽഹിയിലൊരു ഹോട്ടലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് വിട്ടപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേയിലത്തെ ട്രെയിൻ യാത്ര ഇവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ എവിടെയാണ് എത്തുക എന്നുള്ളത് നോക്കാം. എന്ത് എക്സ്പ്രസ്സാ? ബിലാസ്പൂർ. നമ്മളെങ്ങനെ തിരിയണം? നമ്മൾ രാത്രിത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാൻട്രിയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. ബീന ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ബീന ജംഗ്ഷൻ ഇത് മധ്യപ്രദേശിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഡൽഹിയിലേക്ക് ആഗ്രയിലേക്കൊക്കെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മെയിൻ ഒരു ഇഷ്യൂ ആണ് ഈ ട്രെയിനിന് വരുന്ന ഡിലേ. നമ്മൾ എത്രയും ഡിലേ ആവുന്നോ അത്രയ്ക്കും നമുക്ക് അവിടെ കാണേണ്ട സ്ഥലങ്ങളുടെ ടൈം നമുക്ക് കുറയാണ്, നമ്മൾ പ്രത്യേകിച്ച് പാക്കേജ് എടുത്ത് പോകുമ്പോൾ. നമ്മളിപ്പോൾ ഗ്വാളിയർ സ്റ്റേഷനിലാണ്. അടുത്ത സ്റ്റേഷനാണ് ആഗ്ര. ലഗേജുകൾ ഒരുപാട് ഉണ്ടായിരുന്ന കാരണം ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങിയതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ വണ്ടി, മോഹിനി ട്രാവൽസ്. ഈ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ സിബിച്ചേട്ടനാണ് നമ്മളെ 2.5 ദിവസം ഡൽഹി ആഗ്ര ഫുള്ള് നമ്മളെ കൊണ്ട് നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വണ്ടി അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. കാരണം അതിലെ സീറ്റുകളെല്ലാം നല്ല കുഷ്യൻ ടൈപ്പ് സീറ്റുകളായിരുന്നു. നല്ല കംഫർട്ടായിരുന്നു വണ്ടിയിലിരിക്കുമ്പോൾ. സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇല്ലല്ലേ, ഞങ്ങളുടെ നോർത്തിന് എന്താ പറയുക, ദേശീയ ഭക്ഷണമാണ് ആലു പൊറോട്ട എന്ന് പറയും. അതിപ്പോ നാട്ടിൽ അവൈലബിൾ ആണല്ലോ. നമ്മുടെ ബംഗാളികള് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഫ്രഷപ്പ് ആയിട്ട് താജ്മഹാളിൻ്റെ സൺസെറ്റ് വ്യൂ കാണണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് പണി തീരാറുണ്ട്. പണികൾ നടന്നിട്ടൊക്കെയാണ്. അത് തീർന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറം ഒരു സിക്കന്ദറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. പഴയ ആഗ്രയ്ക്ക് ഡൽഹിയിൽ നിന്ന് വരുന്നൊരു വഴിയുണ്ട്. അവിടെ വരും. ആഗ്രയിൽ മെട്രോ സർവീസ് അവൈലബിൾ ആണ്. മെട്രോയിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ മറൈൻ ഹൗസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. നല്ല സ്പേഷ്യസും അതുപോലെ നീറ്റുള്ള ഹോട്ടലായിരുന്നു ഈ മറൈൻ ഹൗസ് എന്ന് പറയുന്ന ഹോട്ടൽ. ഇനി ഇവിടെ നിന്ന് നേരെ ആഗ്ര ഫോർട്ട്, അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ താജ്മഹൽ സൺസെറ്റ് കാണാൻ പോകും. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സിബിച്ചേട്ടൻ പുള്ളി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇനി നമ്മൾ അവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം അതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഇതല്ലേ അപ്പോൾ പോവാം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് പിന്നെ താജ്മഹാളിൻ്റെ സൺസെറ്റ് വ്യൂ ഇത് രണ്ടാണ് ഇന്ന് കാണാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോസും നാളത്തെ ഡൽഹി ട്രിപ്പൊക്കെ അടുത്ത പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായവരെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.